ഒന്നുകൂടി കണ്ണ് തിരുമ്മി ഇരുവരും ആണെന്ന് ഉറപ്പുവരുത്തി അവരുടെ അരികിൽ ചെന്ന് കടുപ്പിച്ച് നോക്കി ചോദിച്ചു, അജു ഏട്ടാ എന്തായത്? മാളു, ഇത് ഐസാണ്, വേണോ? ഓഹോ, എന്നെ കളിയാക്കിയതാണല്ലേ? എന്നാലും അജുവേട്ടൻ ഇത്രയും തരം താഴുമെന്ന് കരുതിയില്ല. വളരെ മോശമായിപ്പോയി അജുവേട്ട. ഏട്ടന് ഇവരെ മാത്രമേ കറങ്ങാനും കമ്പനി അടിക്കാനും കിട്ടിയുള്ളൂ. നാണമില്ലാതെ തൊട്ടുരുമിരിക്കുന്നത് കണ്ടില്ലേ? മാളു, നീ വെറുതെ കാര്യം അറിയാതെ. അർജുൻ പകുതിക്ക് വെച്ച് നിർത്തി. അറിഞ്ഞിടത്തോളം മതി അജുവേട്ട. മാളു, നീ കരുതും പോലെ ഒന്നും അല്ല സംഭവം. ദീപ പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, എൻ്റെ ഏട്ടനോടാ ചോദിച്ചത്. ഇത് നിന്റെ മാത്രം ഏട്ടനല്ലല്ലോ, അതുകൊണ്ട് എനിക്കിതിന് മറുപടി പറഞ്ഞേ പറ്റൂ. അർജുനും ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചവരാ. ഓഹോ, നിങ്ങൾ എത്ര പേരുടെ കൂടെ പൊറുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്? മാളു, ഒന്ന് നിർത്തുന്നുണ്ടോ? തൽക്കാലം ഇവൾ എൻ്റെ കൂടെ മാത്രമേ പൊറുക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. നിന്റെ ഗൗതം ഇവളും തമ്മിൽ ഒരു ബന്ധവുമില്ല. നിന്നെ പറ്റിക്കാൻ വേണ്ടി നിന്റെ ഗൗതം ചേട്ടൻ പറഞ്ഞൊരു നുണയായിരുന്നത്. ഇനി ഇതിൻ്റെ പേര് പറഞ്ഞ് നീ ഇവളുടെ മേലെ ചാടിക്കടിക്കാനോ കുളത്തിൽ തള്ളിയിടാനോ ഒന്നും നിൽക്കണ്ട. അത് കേട്ടതും മാളു തറഞ്ഞുപോയി. സന്തോഷത്തിലുപരി എല്ലാവരും കൂടി തന്നെ വിഡ്ഢിയാക്കിയായിരുന്നെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഓഹോ, അപ്പോൾ അജുവേട്ടനും എല്ലാം അറിയായിരുന്നു അല്ലേ? എല്ലാവരും കൂടി എന്നെ മണ്ടിയാക്കി. എല്ലാത്തിനും കാണിച്ചു തരാം എന്നും പറഞ്ഞ് അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോയി. ശിവാനിയെ കൊണ്ട് ലക്ഷ് തറവാട്ട് വീട്ടിലേക്കാണ് വന്നത്. സാർ, നമ്മൾ അവരൊക്കെ അന്വേഷിക്കില്ലേ? ഞാനാണെങ്കിൽ അമ്മയോട് പറഞ്ഞതുമില്ല. അയ്യോ, അമ്മ എന്നെ കാണാതെ പേടിക്കും. അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ ഗൗതമിനോട് പറഞ്ഞിട്ടുണ്ട്. ഗൗതം സാർ അറിയാതെ എന്തെങ്കിലും സാറിൻ്റെ ലൈഫിലുണ്ടോ? നമ്മൾ തമ്മിൽ കാറിൽ വെച്ച് നടന്നതും പിന്നെ വാഷ്റൂമിൽ വെച്ച് നടന്നതും ഞാൻ പറഞ്ഞിട്ടില്ല. ബാക്കിയൊക്കെ അവനറിയാം. അതും കൂടി പറയാമെന്നില്ലേ? എന്നാൽ നാളെ തന്നെ പറഞ്ഞേക്കാം. എന്തേ? ലക്ഷ അവളെ പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു. കഷ്ടം എന്നും പറഞ്ഞ് അവൾ അകത്ത് കയറിയതും ലക്ഷ് മുന്നിലെ ഡോർ ലോക്ക് ചെയ്തു. ഇരുവരും അവരുടെ മുറിയിലെത്തി. ലൈറ്റ് ഓൺ ചെയ്ത് ലക്ഷ അവളോട് ചോദിച്ചു, നിനക്ക് എൻ്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയില്ലേ? ഞാനെന്തിനു സാറിനെ പേടിക്കണം? പേടിക്കാൻ സാറ് ഭൂതമോ പ്രേതമോ ഒന്നും അല്ലല്ലോ. ഭൂതത്തിനും പ്രേതത്തിനും ചെയ്യാൻ പറ്റാത്ത പലതും എനിക്ക് പറ്റൂട്ടോ. ആണോ? അറിഞ്ഞില്ല. ഒട്ടും പേടിയില്ലേ? എന്നാൽ പേടിപ്പിക്കട്ടെ. ആ കത്തിയേ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടിട്ടോ, എടുക്കണോ? വേണ്ടായേ, നീ ഇവിടെ ഇരിക്കും, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ദേഹത്ത് മുഴുവനും അഴുക്ക, എന്നിട്ടേ ഞാൻ വരുന്നുണ്ട്. നീ പേടിക്കോ ഇല്ലേ എന്ന് നോക്കാമല്ലോ. ഓ ശരി, പെട്ടെന്ന് വരണേ. ഞാനിവിടെ പേടിക്കാനായി കാത്തിരിക്കും. ഓ ആയിക്കോട്ടെ, അവസാനം എന്നെ പറഞ്ഞേക്കരുത്. ഇല്ല, പോരുന്നോ? നമുക്കൊരുമിച്ച് കുളിച്ചേക്കാം. സോറി. എന്നാൽ ശരി എന്നും പറഞ്ഞു അവന് വാഷ്റൂമിൽ കയറി. അവൻ പോയതും അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവളുടെ നോട്ടം അറിയാതെ തൻ്റെ കയ്യിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളയിലെത്തി. അവൾ ഓരോ വളകളിലൂടെയും വിരലോടിച്ചു, കുലുക്കി നോക്കി. അന്നേരമാണ് തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. കുറച്ച് ദിവസം താൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞിരുന്ന ആ പേര് ഫോണിൽ തെളിഞ്ഞതും അവളുടെ മനസ്സൊന്ന് പിടഞ്ഞു. 1-2 പ്രാവശ്യം കോൾ കട്ട് ചെയ്തെങ്കിലും വീണ്ടും കോൾ വന്നപ്പോൾ അവൾ കോളെടുത്ത് ബാൽക്കണിയിൽ പോയി പൊട്ടിത്തെറിച്ചു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ മകനെയോ? ഞാൻ ആരെയും കെട്ടിയിട്ടിട്ടൊന്നുമില്ല. നിങ്ങളുടെ മകനെ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടാൽ മോള് ഞെട്ടും. നാളെ മോൾ ഉണരുന്നത് മോളുടെ അച്ഛൻ്റെയും അനിയൻ്റെയും മരണ വാർത്ത കേട്ടുകൊണ്ടാണെങ്കിലോ? ഗ്യാസ് പൊട്ടിത്തെറിച്ച് ഇരുവരും മരിക്കുന്നു. മോളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറ. പ്ലീസ് പ്ലീസ്, അവരൊന്നും ചെയ്യല്ലേ. അവർ പാവമാ. ഞാൻ പൊക്കോളാം. ഒരു 2 ആഴ്ച എനിക്ക് തരണം. അതിനുള്ളിൽ ഞാൻ പൊയ്ക്കോളാം സർ, പ്ലീസ്. ശരി, ഇനി നീ എന്നെ വിളിക്കാൻ ഇടവരുത്തരുത് എന്നും പറഞ്ഞു അയാൾ കോൾ അവസാനിപ്പിച്ചു. ലക്ഷ് കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ശിവാനി ബെഡിൽ മുഖം തിരിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ലക്ഷ് അവളുടെ അരികിൽ വന്ന് കിടന്നു. അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുടിയിലെ വെള്ളം കുടഞ്ഞതും അവൾ കണ്ണു തുറന്നു. സർ പ്ലീസ്, എനിക്ക് ഉറക്കം വരുന്നു. ഇത്ര പെട്ടെന്ന് ഉറക്കം പിടിച്ചോ? നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം, ഇല്ലെങ്കിൽ മൂവി കാണാം. അങ്ങനെ ഇപ്പോൾ ഉറങ്ങണ്ട എന്നും പറഞ്ഞ് അവളുടെ തോളിൽ മുഖം ഉരസി. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടമർത്താൻ ഒരുങ്ങിയതും അവൾ അവനെ പിടിച്ച് തള്ളി. എന്നിട്ട് അവിടെ കിടക്കുന്ന കത്തിയെടുത്ത് അവന് നേരെ വീശി. എന്നെ തൊട്ടു പോകരുത്. എന്നെ ആരുമില്ലാത്ത സമയത്ത് വിളിച്ചു കൊണ്ടുവന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല എന്നും പറഞ്ഞ് വീണ്ടും വീശി. ശിവാനി, നീ ചുമ്മാ കളിക്കല്ലേ. അതിന് നല്ല മൂർച്ചയുണ്ട്. ദേഹത്ത് കൊണ്ടാ മുറിയും. മുറിയട്ടെ.
ആ കത്തി ഇങ്ങോട്ട് താ ശിവാനി, തരാനാ നിന്നോട് പറഞ്ഞത്. നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? എനിക്ക് പെട്ടെന്നൊന്നും പറ്റിയതല്ല. ഞാൻ പറഞ്ഞിരുന്നതാ എന്നെ തൊടരുതെന്ന്. നിന്നോട് കത്തി തരാനാ പറഞ്ഞത് എന്നും പറഞ്ഞു അവളുടെ നേരെ അടുത്തു. വരരുത്, വന്നാൽ കൊല്ലും ഞാൻ. എന്നാൽ കൊല്ല് ശിവാനി. നിനക്കതിന് പറ്റുമോ? പറ്റുമെങ്കിൽ നിന്റെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? പറ ശിവാനി. നീ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? വരരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ ശിവാനി ആ കത്തി കൊണ്ട് സ്വന്തം കൈത്തണ്ടയിലേക്ക് വരഞ്ഞു. ഇനി എൻ്റെ അടുത്ത് വന്നാൽ നിങ്ങൾ എന്നെ ജീവനോടെ കാണില്ല. അത് കണ്ട് ലക്ഷ് ശരിക്കും പേടിച്ചു. അവളുടെ കയ്യിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഒരു തളർച്ചയോടെ അവൾ ബെഡിൽ വന്നിരുന്നു. ശിവാനിയുടെ അന്നേരത്തെ ഭാവം കണ്ട് ലക്ഷ് ശരിക്കും പേടിച്ചു. അവളുടെ കയ്യിലേക്ക് മരുന്ന് വെക്കാൻ പോലും അവൾ സമ്മതിച്ചില്ല. അപ്പോഴും അവളുടെ മനസ്സിൽ എന്താണെന്ന് അവന് വ്യക്തമായിരുന്നില്ല. അവനെ പാടെ അവഗണിച്ചു. കയ്യിലൊരു ഷോളും മുറുക്കി കെട്ടി ശിവാനി കണ്ണടച്ച് കിടന്നു. പിന്നീടുള്ള 2 ദിവസങ്ങളിലും ലക്ഷ് ശിവാനിയുടെ മുന്നിൽ വന്നതേയില്ല. പക്ഷെ അവൻ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചും കളിച്ചു നടന്നു ശിവാനിയെ പാടെ അവഗണിച്ചു. ഗൗതമിൻ്റെ മുറിയിൽ കഴിച്ചുകൂട്ടി അവൻ എങ്ങനെയോ 2 ദിവസം തള്ളി നീക്കിയെങ്കിലും ശിവാനി കാണിച്ച ആ പ്രവൃത്തി ലക്ഷിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. പരിക്കേൽപ്പിച്ചത് അവളുടെ കൈക്കാണെങ്കിലും മുറിവേറ്റത് അവൻ്റെ ഹൃദയത്തിനായിരുന്നു. ലക്ഷിൻ്റെ അഭാവം ശിവാനി ശരിക്കും തളർത്തി. അവൻ അടുത്ത് വരാതിരിക്കുമ്പോഴും മിണ്ടാതിരിക്കുമ്പോഴും അവൾക്ക് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ വില മനസ്സിലാവുന്നത്. അതുപോലെ ലക്ഷ് തന്നിൽ നിന്നും അകന്നു മാറി നിൽക്കുമ്പോഴാണ് അവൻ തനിക്ക് ആരൊക്കെയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിയുന്നത്. അവനോട് ദേഷ്യപ്പെട്ടതിൻ്റെ കാരണം തുറന്നു പറഞ്ഞാൽ ഒരു പക്ഷേ ആ അച്ഛനും മകനും തനിക്ക് വേണ്ടി എന്നേക്കുമായി അകലും എന്നവൾക്ക് അറിയാമായിരുന്നു. അതവളെ പലതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ഇരുവരും പിണക്കത്തിലായതിനാൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ 2 ദിവസം നടന്നില്ല. പിണക്കത്തിൻ്റെ കാര്യം ഗൗതമിന് മാത്രമേ അറിയാവുള്ളൂ. നാളെയാണ് നാടകം നടക്കുന്നത്. അതിനാൽ ഇന്നെന്തായാലും റിഹേഴ്സൽ വേണം എന്ന് മിഥുൻ വാശി പിടിച്ചതിനാൽ റിഹേഴ്സൽ തുടങ്ങി. ലക്ഷിൻ്റെ വലിഞ്ഞു മുറുക്കിയ മുഖം കാണുമ്പോൾ തന്നെ ശിവാനിക്ക് മുന്നിൽ നിൽക്കാൻ തോന്നിയില്ല. 2 പേരുടെയും കോമ്പിനേഷൻ സീനിടയിൽ അവൻ്റെ കണ്ണിലേക്ക് നോക്കി ശിവാനി ഡയലോഗ് തെറ്റിച്ചപ്പോൾ ലക്ഷ്യം ദേഷ്യപ്പെട്ടു. മിഥുൻ, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ നായികയെ? മര്യാദയ്ക്ക് ഡയലോഗ് പഠിച്ചു വരാൻ പറ, ഇല്ലെങ്കിൽ നാളെ മുട്ടയേറി കൊള്ളാനേ എന്നെ കൊണ്ട് വയ്യ. ഇത് കേട്ടപ്പോൾ എല്ലാവരും കരുതി ലക്ഷ് ശിവാനിയെ കളിയാക്കിയതാണെന്ന്. പക്ഷെ ശിവാനിയുടെ കണ്ണ് നിറഞ്ഞു വന്നപ്പോൾ ലക്ഷ് വീണ്ടും ദേഷ്യപ്പെട്ടു. ഓ, എന്ത് പറഞ്ഞാലും ഇങ്ങനെ പൂങ്കണ്ണീർ ഒഴിക്കാൻ മതിയല്ലോ. ഈ കണ്ണുനീരെ പെണ്ണുങ്ങളുടെ ഒരു അടവാണ്, പലതിൽ നിന്നുള്ള ഒരു രക്ഷപ്പെടൽ. അതുകൂടി കേട്ടപ്പോൾ ശിവാനിയുടെ കരച്ചിൽ കൂടിയതേ ഉള്ളൂ. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയതും എല്ലാവരും കാര്യം എന്താണെന്നറിയാതെ ഇരുവരെയും മാറി മാറി നോക്കി. കുറച്ചു നേരം കഴിഞ്ഞു. ഗൗതമിൻ്റെ കൂടെ ഇരിക്കുകയായിരുന്നു ലക്ഷ്. അപ്പോഴാണ് അവിടേക്ക് മാള് വരുന്നത്. മാള് ഗൗതമിനെ പുച്ഛിച്ച് തള്ളി ലക്ഷിന് നേരെ തിരിഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നും എനിക്കറിയില്ല, പക്ഷേ ശിവാനി ഏട്ടത്തി 2 ദിവസമായിട്ട് ഫുൾ മൂഡ് ഓഫാണ്. നേരാവണ്ണം ഭക്ഷണം പോലും കഴിക്കുന്നില്ല. അതിൻ്റെ കൂടെ നേരത്തെ കരയിപ്പിക്കുകയോട് ചെയ്തത് വളരെ മോശമായി അച്ചുവേട്ടാ. നിങ്ങൾക്കിതെന്താ പറ്റിയേ? ഇല്ലെങ്കിൽ ഏത് നേരം ഏട്ടത്തിയുടെ പിറകെ ആയിരുന്നല്ലോ. മാള് പറയുന്നത് കേട്ടതും ലക്ഷ്യം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. പിന്നാലെ ഗൗതവും എഴുന്നേറ്റ് പോവാനൊരുങ്ങിയതും മാളു അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. നിങ്ങൾ ആരാ? അങ്ങേരുടെ കാമുകിയോ? ഏത് നേരവും പിന്നാലെ ചെല്ലാൻ? നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അത് കേട്ട ഗൗതം മാളുവിനെ സംശയത്തോടെ നോക്കി. അല്ല, നിങ്ങളുടെ കല്യാണം എപ്പോഴെന്നാ പറഞ്ഞത്? തീരുമാനിച്ചിട്ടില്ല. ഓ, നീ കയ്യിൽ നിന്ന് വിട്ടേ മാളു, ഞാൻ പോട്ടെ. പോവാന്നേ. എന്തിനാ ഇങ്ങനെ തിരക്ക് പിടിക്കുന്നത്? കെട്ടാൻ പോകുന്ന പെണ്ണായിട്ടും ദീപേച്ചിയോട് നിങ്ങൾ മിണ്ടിയോ സംസാരിക്കുമെന്നും ഞാൻ കാണാറില്ലല്ലോ. അതെന്താ അങ്ങനെ? ആര് പറഞ്ഞു? ഞങ്ങളെന്നും മിണ്ടാറുണ്ടല്ലോ. അല്ലെങ്കിൽ അതൊക്കെ നിന്നോട് പറയണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ആണോ? എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കാമുകിയെ നിങ്ങളെ തേച്ചെന്നാ തോന്നുന്നത്. നിങ്ങളുടെ കാമുകി ദീപയും അജുവേട്ടനും തമ്മിൽ ഭയങ്കര പ്രേമത്തിലാണ്. സാറത് അറിഞ്ഞില്ലേ ആവോ? എന്ത്, അർജുനും ദീപയും തമ്മിൽ പ്രണയത്തിലാണെന്നോ? ആന്നേ. കഷ്ടായിപ്പോയിട്ടോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? മാനസമൈനെ പാടി നടക്കോ? ഞാനൊരു ജീവിതം തന്ന് സഹായിക്കാന്ന് വെച്ചാൽ എനിക്ക് പുതിയ ലൈനും സെറ്റായി. കണ്ടില്ലേ, ദേ എനിക്ക് പുള്ളി വാങ്ങിച്ചു തന്നതാ എന്നും പറഞ്ഞു അവന് കയ്യിലെ കറുത്ത കുപ്പിവള കാണിച്ചു കൊടുത്തു. ആളെൻ്റെ കയ്യിലേക്ക് ഇട്ടു തന്നതായി വള. നിങ്ങളെപ്പോലൊന്നുമല്ല, ആളെ കാണാനേ സൂപ്പറാ, എന്നും വരും എന്നെ കാണാൻ എന്നും പറഞ്ഞു മാളു ഗൗതമിനെ പാളി നോക്കിക്കൊണ്ട് തൻ്റെ കയ്യിലെ വളയിൽ ചുണ്ട് ചേർത്തു. അത് കണ്ട് ഗൗതമിൻ്റെ ഉള്ളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. എന്നെ പറ്റിച്ചാൽ ഞാൻ അറിയില്ലെന്ന് കരുതിയില്ലേ? ഞാൻ അറിഞ്ഞു ദീപ ചേച്ചിയും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും നിങ്ങൾ എന്നോട് നുണ പറഞ്ഞതാണെന്നോ.
അതെ, നുണ പറഞ്ഞതാ. അതിനിപ്പോൾ എന്താ, നിനക്കിപ്പോൾ പുതിയ ലൈനും സെറ്റായല്ലോ. അതുകൊണ്ട് ഞാൻ വേറെ വല്ലവരെയും കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അവൻ പോയതും മാളുവിൻ്റെ ദേഷ്യം ഇരട്ടിച്ചു. ദുഷ്ടൻ, എന്നോടൊരു സോറി പറഞ്ഞിരുന്നേ ഞാൻ മാപ്പ് കൊടുത്തേനല്ലോ. മനഃപൂർവ്വമാണ് വള കൊടുത്ത ആ തെണ്ടിയെ ഇതിലേക്ക് വലിച്ചിട്ടത്. എന്നിട്ട് മാൾക്കൊരു കുലുക്കവുമില്ല. എന്തായാലും ഈ വള 2 ദിവസം കൈ കിടക്കട്ടെ, എന്നിട്ട് ഊരിക്കളയാം എന്നും പറഞ്ഞ് മാളുവും അവിടെ നിന്ന് പോയി. ഇന്നാണ് ലക്ഷ്യൻ്റെയും ശിവാനിയുടെയും നാടകം നടക്കുന്നത്. അനശ്വരമായ പ്രണയകഥ പറയുന്ന രാധാകൃഷ്ണ പ്രണയത്തിലൂടെ ലക്ഷ്യം ശിവാനിയും ജീവിക്കുകയായിരുന്നു. കണ്ണൻ്റെ മാത്രം രാധയായി ശിവാനി മാറുകയായിരുന്നു. എന്താണ് യഥാർത്ഥ പ്രണയം എന്ന് അതിലൂടെ ശിവാനിയും ലക്ഷ്യം തിരിച്ചറിയുകയായിരുന്നു. നിറഞ്ഞ കയ്യടിയോടെ സദസ്സ് മുഴുവൻ രാധയെയും കണ്ണനെയും സ്വീകരിച്ചു. നാടകം അവസാനിച്ചതോടെ ശിവാനി ആകെ തളർന്നു പോയിരുന്നു. 2 ദിവസം നേരാവണ്ണം ഒന്നും കഴിക്കാത്തതിനാൽ ശിവാനിയുടെ കണ്ണൊക്കെ അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കല്യാണി വരുന്നത്. വയ്യാതെ ശിവാനിയുടെ മുന്നിൽ നല്ല പിള്ളയായി ചമഞ്ഞു നിന്നു. കല്യാണിയുടെ ക്രൂരബുദ്ധിയിൽ എന്തോ തെളിഞ്ഞു വന്നതും കല്യാണി നിർബന്ധിച്ചു ശിവാനിയും കൊണ്ട് തറവാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. എല്ലാവരോടും താൻ പറഞ്ഞോളാം എന്നും കുട്ടിയുടെ വിശ്രമിക്കുമെന്നും ലക്ഷ്യ സാറിന് ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്നും പറഞ്ഞുകൊണ്ട് ഡോറും പൂട്ടി കല്യാണി അവിടെ നിന്ന് പോയി. കല്യാണിയുടെ ചതി മനസ്സിലാവാതെ ശിവാനി വീടിൻ്റെ നടുമുറ്റത്ത് വന്നിരുന്നു. കുറച്ച് കഴിഞ്ഞതും കോളിംഗ് ബെൽ കേട്ട് ശിവാനി ലക്ഷ്യമാണെന്ന് കരുതിയാണ് ഡോർ തുറന്നത്. അപ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ഗൗതമിനെ കാണുന്നത്. ലക്ഷ്യം എവിടെ? ഗൗതം അത് ചോദിച്ചു അകത്ത് കയറി. സാറിവിടെ. എന്തോ പറയാൻ വന്ന ശിവാനിയുടെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ബോധം മറിഞ്ഞ് വീഴാറായ ശിവാനിയെ ഗൗതം താങ്ങി പിടിച്ച് അവിടെയുള്ള ഒരു ചെയറിൽ എത്തിയെങ്കിലും ശിവാനിക്ക് ഒരനക്കവുമില്ലായിരുന്നു. ഗൗതമിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെയായി. ലക്ഷ്യൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് എന്നാണ് മറുപടി വന്നത്. പിന്നെ കൂടുതൽ ആലോചിച്ച് നിൽക്കാതെ അടുക്കളയിൽ പോയി വെള്ളം കൊണ്ടുവന്ന് ശിവാനിയുടെ മുഖത്തേക്ക് കുഴഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ശിവാനി കണ്ണ് തുറന്നു. ശിവാനിക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെയും കൊണ്ടുവന്ന് കൊടുത്ത ശേഷം അവളുടെ അരികിൽ വന്ന് നിന്നു. എന്തോ ചോദിക്കാനാണെന്നും ഡോർ തുറന്നു വരുന്ന ലക്ഷ്മിയും ബാക്കി എല്ലാവരെയും കണ്ടതും ഗൗതം ഓരോരുത്തരുടെയും മുഖഭാവം മാറി മാറി നോക്കി. എല്ലാവരിലും ഗൗരവം നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ 2 പേരും ഈ നേരത്തെ ഇവിടെ എന്തെടുക്കുക? മുത്തശ്ശിയുടെ അനിയത്തി സരോജിനിയുടെ ചോദ്യം കേട്ട് ഗൗതവും ശിവാനി ഒരുപോലെ ഞെട്ടി. ഗൗതം ലക്ഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവനൊന്നും മിണ്ടാതെ നിൽപ്പാണ്. നിനക്കായിരുന്നല്ലോ ഇവനെ വീട്ടിൽ വിളിച്ച് കയറ്റാൻ വലിയ ഉത്സാഹം. ഇപ്പോൾ കണ്ടില്ലേ, ആരുമില്ലാത്ത സമയത്ത് നിൻ്റെ ഭാര്യയും കൂട്ടുകാരനും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വരുമെന്ന് 2 പ്രതീക്ഷിച്ച് കാണില്ല. ലക്ഷ് മുഷ്ടി ചുരുട്ടി പിടിച്ച് നിൽപ്പാണ്. ചേച്ചിക്കൊന്നും പറയാനില്ലേ? ഇവനെക്കൊണ്ട് കൊച്ചുമോളെ കെട്ടിക്കാനായിരുന്നല്ലോ ആഗ്രഹം. ഇതുപോലെ ഒരുത്തനാണോ ചേച്ചി അവൾക്ക് വേണ്ടി കണ്ടെത്തിയത്? ഞാൻ അന്നേ പറഞ്ഞതാ കണ്ടവന്മാരെ വീട്ടിൽ കയറ്റരുതെന്ന്. അനുഭവിച്ചോ? അതിൻ്റെ കൂടെ ഇപ്പോൾ വേറെ ഒരുത്തിയെ കൂടി കെട്ടി എഴുന്നള്ളിപ്പിച്ചിട്ടുണ്ട്. ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ആരില്ലേ എന്നാണ് എനിക്കറിയാത്തത്. ദീപയെ നോക്കിക്കൊണ്ടായിരുന്നു ആ പറച്ചിൽ. അത് കേട്ട മാള് ഗൗതമിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ മുഖത്തെ അന്നേരത്തെ ഭാവം കണ്ടതും അവൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവനെ കെട്ടിപ്പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കണം എന്നവൾക്ക് തോന്നിപ്പോയി. ഗൗതം തെറ്റ് ചെയ്യില്ല എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ അച്ചുവേട്ടൻ്റെ മൗനം അതെന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അനിയത്തി പറഞ്ഞത് കേട്ട സരസ്വതി ഒന്നും മിണ്ടാതെ നിന്നു. സരസ്വതിയുടെ അനിയത്തി സരോജിനി ഉത്സവം പ്രമാണിച്ച് വീട്ടിൽ വന്നതായിരുന്നു. എന്ത് കണ്ടാലും കുറ്റം പറയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു അവർ. അവർക്ക് ഗൗതമിനെ മുന്നേ കണ്ടുകൂടായിരുന്നു. നിനക്കൊന്നും പറയാനില്ല വനജെ? മോളെ എന്നും പറഞ്ഞ് പിറകെ നടന്നിട്ട് ഇപ്പം എന്തായി? അല്ലെങ്കിലും അച്ചുവിനെ കണ്ണും കൈയും കാട്ടി മയക്കോളല്ലേ ഇവള്? സരോജിനി ശിവാനിയെ കുറ്റപ്പെടുത്തി. ശിവാനിയുടെ കണ്ണ് നിറഞ്ഞു തൂവി. ശിവാനിയുടെ നിറഞ്ഞ മിഴിക്കൽ കണ്ടതും ഒന്നും അറിയാത്ത പോലെ നിന്നു. ഉള്ളിൽ ഊറിച്ചിരിക്കുന്ന കല്യാണിയുടെ മുഖത്തേക്ക് ലക്ഷ് ആഞ്ഞടിച്ചതും എല്ലാവരും കാര്യമറിയാതെ ലക്ഷ്യനെ നോക്കി. ലക്ഷ്യൻ്റെ കൈ കല്യാണിയുടെ കഴുത്തിൽ അമർന്നതും എല്ലാവരും അവനെ പിടിച്ചു മാറ്റാൻ നോക്കി. കണ്ണ, എന്താടാ, എന്തിനാണ് നീ ഇവളെ അടിക്കുന്നത്? അതിന് ഇവൾ എന്ത് തെറ്റ് ചെയ്തു? വനജ മകനോട് ചോദിച്ചു. എന്താണോ ഇവളാ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത്? എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? ശരിക്കും ഇവളിവിടെ വന്നതിന് വേറെ എന്തോ ഒരു ഉദ്ദേശം കാണും. അത് ഞാൻ തന്നെ പറയിപ്പിക്കാം. അതിനു മുൻപായി ഞാൻ എല്ലാവരോടായി ഒരു കാര്യം പറയാം. ഗൗതം, ശിവാനി ഇവർ 2 പേരും എൻ്റെ ജീവനാണ്. ഒരാൾ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിറക്കാതെ പോയ എൻ്റെ കൂടെ പിറപ്പാണ്, മറ്റേതിൻ്റെ പ്രാണനും. ഇവർ 2 പേരും എന്നെ ചതിക്കില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം. ഇവർ 2 പേരെയും ഏത് പാതിരാത്രിയിലും ഒരു മുറിയിൽ ഒരുമിച്ച് കണ്ടാലും ഞാൻ സംശയിക്കില്ല. കാരണം 2 പേരെയും എനിക്കറിയാം. പിന്നെ ഇപ്പം നടന്നത് എന്താണെന്ന് ഞാൻ പറയാം. വയ്യാതെ ശിവാനിയും കൂട്ടി ഈ കല്യാണി വീട്ടിൽ പോകുന്നതേ ആകാശം അരുണും മാനവും കണ്ടിരുന്നു.
അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി ഇവന്മാർ അവളെ ഫോളോ ചെയ്തു. അവിടുന്ന് കുറച്ച് കഴിഞ്ഞാണ് അതേ ഇവള് ഞാൻ വീട്ടിൽ ഉണ്ടെന്നും അങ്ങോട്ട് ചെല്ലണം എന്നും ഞാൻ പറഞ്ഞുവെന്നും പറഞ്ഞ് ഗൗതമിനെ വീട്ടിലേക്ക് അയക്കുന്നത്. ഇതുകൂടി ആയപ്പോൾ ഇവർക്ക് എന്തോ ചിലത് കത്തി. അപ്പോഴാണ് ശിവാനി അന്വേഷിച്ച് ഞാൻ അങ്ങോട്ട് വരുന്നത്. എന്നോട് ഇവർ ഇക്കാര്യം സൂചിപ്പിച്ചു. അപ്പോഴാണ് ശിവാനി അന്വേഷിച്ചു എൻ്റെ അമ്മ വരുന്നത്. അന്നേരമാണ് ഇവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നത് ശിവാനി ഗൗതം സാറിൻ്റെ കൂടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിരുന്നത്. അപ്പോഴേ ഇവൾക്കിട്ട് പൊട്ടിക്കാൻ തോന്നിയതാണ്. പിന്നെ തോന്നി ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ കൊടുക്കാമെന്ന്. മാളൂട്ടിയെ, അവന്തി മോളെ, ദേ ഇവളെ അടിച്ച് പരിപ്പിളക്കി ഇവളുടെ കല്ലോ ആണിയോ എന്താന്ന് വെച്ച് വെവ്വേറെ ആക്കിയെടുത്തേക്ക്. നിങ്ങളാകുമ്പോൾ സ്ത്രീ പീഡനം എന്നും പറഞ്ഞ് കേസ് എടുക്കില്ലല്ലോ. അതിനെന്താ ചേട്ടാ, ഞങ്ങൾ റെഡി എന്നും പറഞ്ഞ് രണ്ടും കൂടി അവൾക്കിട്ട് നന്നായി പെരുമാറിയതും അവൾ കുറ്റം സമ്മതിച്ചു. എന്നതിന് പുറമെ തന്നെ അയച്ചത് ആരാണെന്ന് കൂടി പറയുകയും ചെയ്തു. അതോടെ ലക്ഷ്മിൻ്റെ മുഖം വലിഞ്ഞു മുറുക്കി. മേഘയെ കൊല്ലാനുള്ള ദേഷ്യം അവന് തോന്നി. അങ്ങനെ എല്ലാം ഒതുക്കി തീർത്ത് കല്യാണി ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പിറ്റേന്ന് രാവിലെ പറഞ്ഞു വിടാം എന്നായിരുന്നു ഉദ്ദേശം. ശേഷം ഓരോരുത്തരായി പിരിഞ്ഞുപോയി. അർജുൻ ഗൗതമിൻ്റെ തോളിൽ കൈവച്ച് സമാധാനിപ്പിച്ചു. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് അവൻ പറയുമ്പോഴും ഗൗതമിൻ്റെ ഉള്ളിലെ വേദന അവൻ ആരും കാണാതെ മറച്ചു പിടിച്ചു. ഒന്നും മിണ്ടാതെ തൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നവളെ ലക്ഷ്മി ഒരു നിമിഷം നോക്കി നിന്നു. അത് കണ്ട ഗൗതം ലക്ഷ്മിയോട് പറഞ്ഞു, നീ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ശിവാനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ നിന്നെ കുറേ വിളിച്ചു, നിൻ്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. നീ ഒന്ന് പോയി ആശ്വസിപ്പിച്ചേക്ക് എന്ന് പറഞ്ഞ് ഗൗതം പോയതും ലക്ഷ്മി ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു പോയി. ലക്ഷ്മി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവാനി ബെഡിലിരുന്ന് കാൽമുട്ടിൽ മുഖം പൂഴ്ത്തിയിരിപ്പായിരുന്നു. അതുകൊണ്ട് ലക്ഷ്മിൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു പോയി. ആരുടെയോ സാന്നിധ്യം മനസ്സിലാക്കി ശിവാനി തലയുയർത്തി നോക്കിയതും തൻ്റെ മുന്നിലിരിക്കുന്ന ലക്ഷ്മിയാണ് കണ്ടത്. മറ്റൊന്നും ആലോചിക്കാതെ അവനെ ഇറുകെ പുണർന്നതും അവൻ്റെ മുഖം ഒന്ന് വിടർന്നു. എന്നെ ഒറ്റക്കാക്കി പോവല്ലേ പ്ലീസ്, എനിക്ക് പേടിയാ. ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല. എൻ്റെ അച്ഛനെയും ശ്രാവണിനെയും കൊല്ലുമെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയേ. എനിക്ക് സാറില്ലാതെ പറ്റുന്നില്ല. സാറിനോട് മിണ്ടാതെ നിൽക്കുമ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന് തോന്നുകയാണ്. ഇനിയും എന്നോട് പിണങ്ങല്ലേ സാർ. അതും പറഞ്ഞ് അവളുടെ സങ്കടം മുഴുവനും അവൻ്റെ നെഞ്ചിൽ ഒഴുക്കിക്കളഞ്ഞപ്പോൾ അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. അവളുടെ കണ്ണുനീർ അവൻ്റെ ചുംബനത്താൽ ഒപ്പിയെടുത്തു. ഒരുപാട് നേരം ഇരുവരും അതുപോലെ പുണർന്നു നിന്നു. തൻ്റെ ഫോൺ ശബ്ദിക്കുന്നത് കേട്ടിട്ടാണ് ശിവാനി സ്വബോധത്തിലേക്ക് വരുന്നത്. ഇത്രയും നേരം താൻ കണ്ടത് ഒരു സ്വപ്നമായിരുന്നു എന്നവൾക്ക് അപ്പോഴാണ് ബോധ്യമായത്. വീട്ടിൽ നിന്നും അച്ഛനാണ് വിളിക്കുന്നത് എന്നറിഞ്ഞിട്ടും അവൾ കോൾ എടുത്തില്ല. അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ താനിപ്പോൾ ഉറക്കെ കരഞ്ഞു പോകും എന്നവൾക്ക് അറിയാമായിരുന്നു. ലക്ഷ്മിൻ്റെ വരവും കാത്ത് ഒരുപാട് നേരം അവൻ ഉറങ്ങാതെ കാത്തിരുന്നുവെങ്കിലും അവൻ വന്നതേയില്ല. തന്നോടുള്ള പിണക്കം തീർന്നു കാണില്ല. അവൻ്റെ വരില്ല. പോട്ടെ, ആരും വരണ്ട, ആരും വേണ്ട. ശിവാനി എന്തൊക്കെയോ പുലമ്പി. ഒടുവിൽ ശിവാനി അതുപോലെ അങ്ങ് ഉറങ്ങിപ്പോയി. ശിവാനി ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയ ലക്ഷ് മുറിയിലേക്ക് ചെന്നതും പൂച്ചക്കുഞ്ഞിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്ന ശിവാനിയെ കണ്ടതും അവന് അതിയായ വാത്സല്യം തോന്നി. അവളുടെ അരികിൽ ചെന്നിരുന്നു കയ്യിലെ മുറിവിലേക്കൊന്ന് നോക്കി അവിടെ പതിയെ തലോടിയ ശേഷം കുറച്ചു നേരം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. എനിക്കറിയാം ശിവാനി, നീ എൻ്റെ സാമീപ്യം ഒരുപാട് കൊതിക്കുന്നുണ്ടെന്ന്. അതിനു വേണ്ടിയാണ് നീ ഈ വാതിൽ തുറന്നിട്ടത് പോലും. പക്ഷേ അങ്ങനെയൊന്നും ഞാൻ നിൻ്റെ മുന്നിൽ വരില്ല ശിവാനി. നീ എന്നെ സ്നേഹിക്കുന്നു എന്നെൻ്റെ മുഖത്ത് നോക്കി പറയാതെ ഞാനിനി നിൻ്റെ അരികിൽ വരില്ല. പോവാനൊരുങ്ങിയപ്പോഴാണ് ബെഡിൽ കിടക്കുന്ന ഫോൺ കാണുന്നത്. ഫോണെടുത്ത് മാറ്റിവെക്കാൻ നേരാണ് അതിൽ 20-ലധികം മിസ്ഡ് കോൾ കാണുന്നത്. ആളാരാണെന്ന് നോക്കാൻ വേണ്ടിയാണ് അവൻ ഫോണിൻ്റെ ലോക്കെടുത്ത് നോക്കുന്നത്. അപ്പോഴാണ് അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചതാണെന്ന് മനസ്സിലായത്. അതിനിടയിലാണ് കോൾ ലിസ്റ്റിൽ മഹാദേവൻ സർ എന്ന പേര് അവൻ ശ്രദ്ധിക്കുന്നത്. നമ്പർ നോക്കി അതാരാണെന്ന് ഉറപ്പുവരുത്തി അതിലെ കോൾ ഹിസ്റ്ററി ഒക്കെയും ചെക്ക് ചെയ്ത് നോക്കി. ലാസ്റ്റ് കോൾ വന്നിരിക്കുന്നത് ശിവാനി തന്നോട് പൊട്ടിത്തെറിച്ച അതേ ദിവസം അതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണെന്നും ലക്ഷ് ഉറപ്പുവരുത്തി. അവൻ്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു. ഫോൺ അവിടെ വെച്ച് മുറിവിട്ടിറങ്ങുമ്പോൾ ലക്ഷ് ചിലത് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഗൗതം പോവുകയാണെന്ന് പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്യുകയായിരുന്നു. ലക്ഷ് അവനോട് പോകരുതെന്ന് പറഞ്ഞതുമില്ല. കാരണം പിറ്റേ ദിവസം ശിവാനിയും കൂട്ടി അവനും ഇവിടെ വിടും എന്നവൻ ഉറപ്പിച്ചിരുന്നു. ഗൗതമിന് മുന്നിൽ എത്തിയ മാളുവിൻ്റെ വാടിയ മുഖം കണ്ടപ്പോൾ അവന് ചെറിയ വിഷമം തോന്നി. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. അപ്പോൾ പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ഇനി എപ്പോഴാണ് കാണുക? മാളുവിൻ്റെ ചോദ്യം കേട്ട് ഗൗതം ഒന്ന് പുഞ്ചിരിച്ചു. നീ എന്തിനാ എന്നെ കാണുന്നത്? നിനക്ക് പുതിയ ലൈൻ സെറ്റായില്ലേ? അതാണല്ലോ ഈ കുപ്പിവള നീ ഏറെ ഇഷ്ടത്തോടെ അണിഞ്ഞ് നടക്കുന്നത്.
ഇല്ല, എനിക്കൊരു ലൈനും ഇല്ല, ഈ വളയും വേണ്ട, എനിക്ക് നിങ്ങളെ മതി എന്നും പറഞ്ഞ് വളകൾ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് വലിച്ചെറിയാൻ നേരാണ് അവൻ അവളുടെ കൈ കയറി പിടിക്കുന്നത്. ഹേ പൊട്ടിക്കല്ലേ, ഇങ്ങനെ പൊട്ടിക്കാനാണോ ഞാനിത് വാങ്ങി ആ കുട്ടിയുടെ കൈ കൊടുത്തത്? ഇത് നിന്റെ ഈ ഭംഗിയുള്ള കൈകളിൽ കിടക്കുന്നത് കാണാനല്ലേ? അത് കേട്ട മാള് വായും പൊളിച്ച് നിൽക്കുന്നത് കണ്ട ഗൗതം ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി അവളുടെ കവളിൽ അമർത്തി മുത്തിക്കൊണ്ട് പറഞ്ഞു, ഞാനിനി വരുന്നതേ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ്. അപ്പോഴേക്കും നല്ല കുട്ടിയായി എൻ്റെ പെണ്ണായി വരാൻ തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു അവൻ മുറിയിട്ടിറങ്ങിയപ്പോഴും മാളു കിളിപ്പോയ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഗൗതം എല്ലാവരുടെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. മുത്തശ്ശി അവനോട് ഒരുപാട് പറഞ്ഞു പോകരുതെന്ന്. തനിക്ക് ആരോടും ദേഷ്യമോ പരിഭവമോ ഇല്ലെന്നും തനിക്ക് മാളുവിനെ മാത്രം തന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അവരവനെ ഇറുകെ പുണർന്നു. ലക്ഷിനെ ഹഗ് ചെയ്ത് ഗൗതമിനോട് ലക്ഷ് പറഞ്ഞു, നീ ചെല്ല്, ഞാൻ നാളെ അങ്ങോട്ട് എത്തിക്കോളാം. അതിനു മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് എന്നും പറഞ്ഞു അവൻ ഗൗതമിനെ യാത്രയാക്കി. അവൻ്റെ കൂടെ തന്നെയായിരുന്നു ദീപയും പോയത്. കല്യാണിയെ തറവാട്ടിൽ നിന്നും പിടികൂടിയ കാര്യം മേഘ തൻ്റെ അമ്മയോട് പറഞ്ഞതും ഗിരിജ തൻ്റെ മകളെ പുച്ഛിച്ച് തള്ളി. അങ്ങനെ പവനായി ശവമായി. എന്തൊക്കെ ബഹളായിരുന്നു! മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ബോംബ്, ഒലക്കയുടെ മൂട്. എന്നിട്ട് എന്തായി? അവളുടെ ഒരു കല്യാണി. അമ്മ ഇങ്ങനെ എന്നെ പുച്ഛിച്ച് തള്ളല്ലേ. കല്യാണം അവർ കൈയോടെ പൊക്കിയെന്നത് സത്യമാണ്. പക്ഷെ അവൾ അതിവിദഗ്ധമായി ഒരു കാര്യം കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. മേഘ അമ്മയോട് ചിരിയോടെ പറഞ്ഞു. അതെന്ത് തേങ്ങയാടി? അമ്മക്കറിയോ, ലക്ഷ് അവൾ ശരിക്കും കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. അവർ ലീഗലി മാരീഡ് അല്ലെന്ന്. അവൾ ആ ഓഫീസിലെ പിയോട് ഒരു ദിവസം ലക്ഷിൻ്റെ കൂടെ വീട്ടിൽ പോയതും അവളുടെ അച്ഛനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയും പറഞ്ഞപ്പോൾ ഈ കല്യാണി ഒളിഞ്ഞു നിന്ന് എല്ലാം ചോർത്തിയെടുത്തതാ. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കളി കളിക്കാൻ പോകുന്നത്. അവളുടെ അച്ഛനൊന്നും അവൾ ലക്ഷിൻ്റെ കൂടെ താമസിക്കുന്നതോ ഭാര്യയായി അഭിനയിക്കുന്നതോ ഒന്നും അറിയില്ല. ഇനി നമ്മൾ വേണം ഇതൊക്കെ അറിയിക്കാൻ, അതും കുറച്ചുകൂടി എരിവും പുളിയൊക്കെ കൂട്ടിയിട്ട്. അമ്മ അമ്മാവനെയും കൂട്ടി അവളുടെ അച്ഛനെ ഇന്ന് തന്നെ കാണാൻ പോകണം. എന്നിട്ട് എന്താ വേണ്ടതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മേഘ പറഞ്ഞപ്പോൾ ഗിരിജയുടെ ഉള്ളിൽ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. പിറ്റേന്ന് രാവിലെ ശിവാനിയുടെ അച്ഛൻ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ് ലക്ഷ് ഉണർന്നത്. പക്ഷെ ശിവാനി ഇക്കാര്യം അവൻ അറിയിച്ചില്ല. എല്ലാവരോടും കാര്യം പറഞ്ഞ് ലക്ഷ് ശിവാനിയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പെട്ടെന്ന് യാത്ര തിരിച്ചപ്പോഴും ശിവാനി ഒന്നും അറിഞ്ഞതേയില്ല.